ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെലികോം രംഗത്ത് നമുക്കെല്ലാവർക്കും അറിയാം, ജിയോ, എയർടെൽ, VI എന്നീ സ്വകാര്യ കമ്പനികൾ നല്ല രീതിയിലാണ് അവരുടെ ചാർജുകൾ കൂട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ വലിയൊരു പ്രതിഷേധമാണ് ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഏകദേശം 10% മുതൽ 24% വരെയായിരുന്നു ചാർജ് വർധന. നിലവിൽ ഉപയോഗിച്ചിരുന്ന ഡാറ്റ പ്ലാനുകൾ നിലവിൽ താങ്ങാനാവാത്ത വർധനവാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ചാർജ് വർദ്ധിപ്പിക്കാത്ത ഒരേയൊരു കമ്പനി ഉണ്ടായിരുന്നുള്ളൂ, സർക്കാർ ഉടമസ്ഥയിലുള്ള BSNL ആയിരുന്നു. ഈ BSNL എല്ലായിടത്തും 4G സേവനം മതിയായി ഇല്ലെങ്കിലും അവരുടെ റീചാർജ് പ്ലാനുകൾ ഉപഭോക്താക്കൾക്ക് അനുയോജ്യമായ പ്ലാനുകളായിരുന്നു. എന്നാൽ BSNLന്റെ പുതിയ 2 പ്ലാനുകൾ അത് വളരെ നിസ്സാരമായ തുകയിൽ BSNL അവതരിപ്പിക്കുന്നത് ജനങ്ങൾക്ക് ആകർഷിക്കുന്ന പ്ലാനുകളുമായി മുന്നോട്ട് പോവാനാണ്. ഏറ്റവും കുറഞ്ഞ BSNLന്റെ പ്രീപെയ്ഡ് പ്ലാൻ 58 രൂപക്കും 59 രൂപക്കുമാണ്. അതായത് ഈ 2 പ്ലാനുകളും തമ്മിലുള്ള വ്യത്യാസം 1 രൂപ മാത്രമാണ്. എന്നാൽ 58 രൂപയുടെ പ്ലാൻ ഡാറ്റ പ്ലാനാണ്. എന്നാൽ 59 രൂപയുടെ പ്ലാൻ BSNLന്റെ ഡാറ്റ പ്ലാൻ അല്ല. കോളിംഗ് ആനുകൂല്യവും ഡാറ്റയും വാഗ്ദാനം ചെയ്യുന്ന പ്ലാനാണ്. 58ന്റെ പ്ലാനിൽ 7 ദിവസത്തെ വാലിഡിറ്റിയിൽ 2GB പ്രതിദിന ഡാറ്റയും ലഭിക്കുന്നുണ്ട്. മറ്റുള്ള കമ്പനികളുടെ ഡാറ്റ പ്ലാൻ വെച്ച് നോക്കുമ്പോൾ ഈ BSNLന്റെ പ്ലാൻ വലിയ ലാഭം തന്നെയാണ്. 59ന്റെ പ്ലാനിൽ 7 ദിവസത്തെ വാലിഡിറ്റിയിൽ പ്രതിദിനം 1GBയും അൺലിമിറ്റഡ് വോയിസ് കോളും ഈ പ്ലാനിൻ്റെ ഒപ്പം ലഭ്യമാവുന്നുണ്ട്. ഈ പ്ലാനിൽ SMS ആനുകൂല്യം ലഭ്യമല്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ ഒരു പ്ലാൻ സാധാരണക്കാർക്ക് വളരെ ഉപകാരമാണ്. ഇതുപോലെയുള്ള അറിവുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.